ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസൽ കസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇത് നോമ്പായിട്ടാകുമ്പോൾ സ്നാക്സിൻ്റെ എല്ലാം കാണിക്കേണ്ട ഇപ്പോഴത്തെ പുഡിങ് കാണിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇതൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ പെരുന്നാക്കല്ലോ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ സേവ് ആക്കിയിട്ട് വെച്ചോ എല്ലാവരും. അപ്പോൾ ഞാനിത് എനിക്ക് ഓർഡർ ഉണ്ടായിട്ട് ആക്കിയത് കുറച്ച് ദിവസം മുന്നേ ആക്കിയത്, പിന്നെ സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഓറിയോ പുഡിങ് റെസിപ്പി കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ തന്നെ ഉണ്ടായ ഒരു പുഡിങ്, ഇത് ബട്ടർ സ്കോച്ച് പുഡിങ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ 2 ട്രേയിലാക്കിയിട്ടുണ്ടത്. അപ്പോൾ 2 ട്രേൻ്റെ ഒരു ട്രേ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ പറയാം. ഒരു ട്രേക്ക് 1 ലിറ്റർ പാല് വേണ്ടത്, 1.5 കപ്പ് പഞ്ചസാര വേണം. അതൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം. ഫസ്റ്റ് ഒരു പഞ്ചസാര ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടണം. ഒന്ന് മെൽട്ടായി വരുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ല മെൽട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് മെൽട്ടാക്കിയിട്ട് ചട്ടിയിലേക്ക് വയ്ക്കാം. ഞാനിത് ഈസിക്ക് വേണ്ടിയിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന അതേ ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാരമലൈസ് ആയതിനു ശേഷം ഇതിലേക്ക് 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ബട്ടർ ഇടാം നമുക്ക്. അപ്പോൾ ഞാനിതിലേക്ക് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒരു നല്ല തിക്കായിട്ടെല്ലാം കാണും നിങ്ങൾക്ക്, പിന്നെ അതൊന്നും പ്രശ്നമില്ല. അതൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ നല്ല കട്ടിയിൽ പോലെ തോന്നുന്നുണ്ടാവും, ഒരു ഉറച്ച പോലെ. ഈ പഞ്ചസാര കാരമലൈസ് ചെയ്ത പഞ്ചസാര ഉറച്ച പോലെ ഉണ്ടാവും. അതൊന്നും പ്രശ്നമില്ല, പേടിക്കണ്ട. അതൊന്ന് പാലെല്ലാം നല്ല ചൂടായി വരുമ്പോൾ ആ പഞ്ചസാര എല്ലാം മെൽട്ടായിട്ട് നല്ല ഒരു അതിലേക്ക് മിക്സായിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് പിന്നെ മധുരം നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്താൽ മതി. നമുക്കിത് 1.5 കപ്പ് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മധുരം നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് മധുരം ചേർക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 12 ഗ്രാം ചൈന ഗ്രാസ് മെൽട്ടാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഡിങ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ 1 കപ്പ് വെള്ളത്തിൽ അത് മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത് പാല് അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ അത് അപ്പുറത്തെ മറ്റേ അടുപ്പിൽ അത് മെൽട്ടാക്കാൻ വെച്ചാൽ മതി. അപ്പോൾ രണ്ടും ഒന്നിച്ചിട്ട് തന്നെ ആവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും ഒഴിച്ചിട്ടുണ്ട്. നല്ല മിക്സായിട്ട് വന്നിപ്പോൾ ആ ചൈന ഗ്രാസ് എല്ലാം മെൽട്ടായിട്ട് വന്ന്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ചൈന ഗ്രാസ് പീസായിട്ടെല്ലാം കാണുന്നുണ്ടെങ്കിൽ അത് ഒന്ന് അരപ്പയിൽ അരച്ചിട്ട് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഞാൻ അതിൻ്റെ മുകളിലേക്കുള്ള ഗാർണിഷ് ആക്കാനുള്ള പ്രലൈൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തെടുത്ത് എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ടിട്ട് മെൽറ്റാക്കിയിട്ടെടുത്ത് അതിന് ശേഷം അതിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് കടലയില്ലേ അത് 3 മിക്സാക്കിയിട്ട് ഇട്ടിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷൻ ആക്കുന്നത് ഞാൻ ലാസ്റ്റ് കൊണ്ടുപോകുന്നതിന് മുന്നേ ഞാൻ മുന്നേ ഇട്ട് കൊടുക്കലില്ല, അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ട്രേയിൽ ഒഴിക്കുന്നതൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കുറച്ച് ഒന്ന് ചൂടാറുമ്പോൾ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് സെറ്റായതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നല്ല പൊടിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെങ്കിലാവും, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിയെല്ലാം കുത്തുന്നേണ്ടാകുന്നില്ല അതിൽ പൊടിച്ചെങ്കിലാവും. അപ്പോൾ ഇതുപോലെ പുഡിങ് ട്രേയിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നതിന് വീഡിയോയിലും ഇല്ല. അപ്പോൾ 1 കപ്പ് ഫ്രഷ് ക്രീമും 1 ലിറ്റർ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ട്രേക്ക് ഞാൻ എടുക്കുന്ന റേറ്റ് 1000 റുപ്പീസാണ്. അപ്പോൾ ചില ആൾക്ക് ഇത് ഓപ്പാന്നെല്ലാം പറയുന്നുണ്ടാവും. നമ്മളെ ഇതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇതിലേക്ക് ബട്ടർ കണ്ടൻസ് മിൽക്കെല്ലാം ചേർക്കുന്നത്, ഫ്രഷ് ക്രീമെല്ലാം ചേർക്കുന്നത്. അതൊന്നും ചേർക്കുന്നില്ലെങ്കിൽ ഒരു 600-700 എടുക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.